ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നബിദിന പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കിൽ ഇരിക്കുന്നതിൻ്റെ അനിയനാണ് കേട്ടോ. ഓൻ പോരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ പോരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മമ്മയും പോരുന്നില്ല, അമ്മമ്മക്ക് കാലുകൊണ്ട് കഴിയൂല നടക്കാൻ. അപ്പോൾ ഭയങ്കര വേദനയായ കാരണം അമ്മ പോരുന്നില്ല. പിന്നെ ഞാനും എൻ്റെ സ്വത്തുമണി എന്താ ഗുസ്തിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിനായിട്ടാണ് പോണത്. ഓനക്ക് ഞാൻ മേക്കപ്പ് ഇടുന്ന ഇഷ്ടമല്ല ഗൈസ്. ഓൻ അതൊക്കെ തോത്തിക്കളിട്ടോ. ഓൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഉള്ള പരിപാടിയാണിത്. ഏതായാലും അതിന് ഞാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ വണ്ടി വിളിച്ചിട്ട് പോവാണ് ഗൈസ്. ഞാനും ഉമ്മയും സ്വത്തുമണിൻ്റെ അനിയത്തിയും കൂടിയാണ് കേട്ടോ പോണത്. ഈ ചെക്കനാണ് ഈ വോയിസ് ഓവർ കൊടുക്കാൻ അയക്കണില്ല ഗൈസ്. ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാകണം നമ്മൾ ഓഡിറ്റോറിയൊക്കെ നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ സ്ത്രീകളൊക്കെ താഴെയാണ് ഇരിക്കണത്, ആണുങ്ങൾക്ക് മുകളിലുമാണ്. സ്ത്രീകൾക്ക് സ്ക്രീനിലാണ് കേട്ടോ കാണുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതായാലും പോയി. അപ്പം തന്നെ ഇവൻ കരച്ചിലായി. പിന്നെയും മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ പരിപാടി കണ്ടു നിന്നു. ഇവന് സമ്മതിക്കണില്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം. ഓനക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടാണോ എന്താ അറിയില്ല, ഓനങ്ങനെ ഇഷ്ടപ്പെടില്ലാണ്ട് അവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഓനെ കൊണ്ട് ഇങ്ങനെ നടക്കണം ലൈറ്റൊക്കെ ഉള്ളിടത്ത് കൂടി. അപ്പോൾ അതാ കുറച്ച് നേരമൊക്കെ പരിപാടി കണ്ട് ഞങ്ങൾ വേഗം പോന്നു. ഉമ്മയും അനിയത്തി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ അമ്മായിൻ്റെ കൂടെ പോന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അതാ ഗൈസ്, കുട്ടികളുടെ പരിപാടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല, ഈ ചെക്കൻ അലമ്പാക്കിയ കാരണം. അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നു. അപ്പോഴാണ് ഗൈസ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ അമ്മമാർ മക്കളെയും കൊണ്ട് ഇരിക്കണേ. കുറേ അമ്മമാരുണ്ട് മക്കളെയും കൊണ്ട് പുറത്ത് അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെയാണ് ഗൈസ് അവസ്ഥ. പിന്നെ നമ്മളൊരു ജ്യൂസും കുടിച്ച് തിരിച്ചു പോന്നു ഗൈസ്.